എനിക്ക് ഉറക്കത്തില് കൈയും കാലും ഒക്കെ എടുത്തിട്ട് മറ്റുള്ളവരുടെ ദേഹത്ത് ഇടുന്ന സ്വഭാവമുണ്ട്. ഞാനെങ്ങാനും അവളുടെ ദേഹത്ത് അബദ്ധത്തിൽ കൈയോ കാലോ എടുത്തിട്ടാല് അവൾ അതെടുത്ത് എനിക്കെതിരെ ഉപയോഗിക്കും. ഫിസിക്കൽ അസോൾട്ട് എന്ന് പറഞ്ഞാൽ അവള് ഒരു വലിയ സീൻ ഉണ്ടാക്കും, അല്ലെങ്കിൽ ലൈംഗിക ആക്രമണമാണെന്ന് പറയും. ശരിക്കും ജാസ്മിൻ എനിക്ക് തന്ന പണിയാണ് മാറിക്കിടക്കാൻ പറഞ്ഞതിനെ എണീപ്പിച്ച്. മറ്റേതൊക്കെ ഗെയിമിന്റെ ഭാഗമായിട്ടാണ് ചെയ്തത്. പക്ഷെ ജാസ്മിൻ എന്നെ തല്ലിയത് ഒരു ഗെയിമിന്റെ ഭാഗമായിട്ട് പോലുമല്ല. ഇതൊക്കെ എല്ലാ വീഡിയോയിലും ഉണ്ട്, എല്ലാ പ്രേക്ഷകരും കാണുന്നുമുണ്ട്. ജിൻഡോ കുറച്ചു നേരം മുമ്പ് അപ്സരയോട് പറഞ്ഞ കുറച്ച് കാര്യങ്ങളാണ്. ഇതിൽ അപ്സര തിരിച്ചു പറയുന്നുണ്ട്, നിങ്ങളാണ് വാശി കാണിച്ചത്, അത്രയും പേര് ഉറങ്ങാതിരിക്കുവാണ്, വാശി മാറ്റിവെച്ചാൽ തീരാവുന്ന പ്രശ്നം ഉണ്ടായിരുന്നുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ജിൻഡോ ഇവിടെ പറയാൻ ശ്രമിക്കുന്നത് പുള്ളിയുടെ ഒരു നിസ്സഹായ അവസ്ഥയാണ്. ജാസ്മിനെ പോലത്തെ കുറെ പിശാശുക്കൾ കാരണം ആണുങ്ങൾക്ക് കിട്ടേണ്ട ഒരു ബേസിക് മാനുഷിക പരിഗണന പോലും കിട്ടാതെ ആയിരിക്കുന്നു. അതിപ്പോ ബിഗ് ബോസിന്റെ അകത്താണെങ്കിലും പുറം ലോകത്താണെങ്കിലും എല്ലാം ഇത് തന്നെയാണ് അവസ്ഥ. സ്ത്രീകൾക്ക് മുൻഗണന കൊടുക്കുന്നു, ആണുങ്ങളെ എല്ലായിടത്തും തഴയുന്നു. ഇപ്പൊ കുറച്ചു മുമ്പ് അൻസിബ് പറഞ്ഞ പോലെ ആണുങ്ങൾക്ക് എന്താ വേദനയ്ക്കില്ലേ തല്ലിയാല്? അല്ല അവർക്ക് എന്താ അഭിമാനമില്ലേ? അതിനെ സ്ഥിരീകരിക്കുന്ന അതേ കാര്യങ്ങൾ തന്നെയാണ് ജിൻഡോ അപ്സരയോടും പറയുന്നത്. പുള്ളി ഇന്നലെ ജയിലിൽ ഡയഗണലായിട്ട് കിടന്നാലും ഉറങ്ങാതെ ഒരു മൂലയിൽ ഇരുന്നാല് പോലും ജാസ്മിൻ അങ്ങനെ ഒരു പട്ടി ഷോ ക്രിയേറ്റ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട് എങ്കിൽ അത് ചെയ്തിരിക്കും. അതിനിപ്പോ എന്തേലും ഒരു ചെറിയ കാരണം വീണ് കിട്ടിയാൽ മതി. അതാണ് ജിൻഡോ പ്രേക്ഷകരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത്. അത് നല്ല പക്കയായിട്ട് ജിൻഡോ അത് ചെയ്യുന്നുണ്ട്. അപ്സരയെ വെച്ച് തന്നെ ചെയ്യുന്നുണ്ട്. അതാണ് അതിന്റെ അത് ഹൈലൈറ്റ്. അപ്സരയ്ക്ക് ഇത് നന്നായിട്ട് മനസ്സിലാവുന്നതുകൊണ്ട് ഞാനും ചോദിച്ചു, ജിൻഡോ ചേട്ടാ എന്തിനാ തല്ലിയത് എന്നൊക്കെ പറഞ്ഞ് അപ്സര ന്യായീകരിക്കുന്നുണ്ട്. അല്ല ഇവരൊക്കെ എന്താണ് ഈ ഓർത്തോണ്ടിരിക്കുന്നത്, പ്രേക്ഷകർ പൊട്ടന്മാരാണെന്നോ? എല്ലാരും കാണുന്നുണ്ട് അപ്സര അവിടെ മിണ്ടാതെ മൂങ്ങായ പോലെ നോക്കി നിന്ന് ഞാൻ ലൈവില് കണ്ടതാണ്. ഇപ്പൊ നന്ദനയോട് ജിൻഡോ ഇതിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ നന്ദന പറയുന്നതാണ് അതിന്റെ അകത്ത് ഏറ്റവും വലിയ കോമഡി. നന്ദന പറയുന്നത് ഞാൻ മാത്രമേ ചോദിച്ചുള്ളൂ ജിൻഡോ ചേട്ടാ, അവരൊന്നും മിണ്ടിയില്ല എന്നാണ് നന്ദന പറയുന്നത്. അതാണ് കോമഡി കേട്ടോ. പിന്നെ കുറെ നേരം മുമ്പ് ലൈവില് ശ്രീധുവിനോടും ജിൻഡോ പറയുന്നുണ്ട്, എന്നെ തല്ലിയതിന് എനിക്ക് പരാതി ഉണ്ട് എന്ന്. ലാലേട്ടന്റെ എപ്പിസോഡിൽ ലാലേട്ടൻ ഈ ഒരു വിഷയത്തെ കുറിച്ച് സംസാരിക്കുമോ എന്ന് പോലും നമുക്കറിയത്തില്ല. കാരണം അടി കൊണ്ടത് ഒരു ബോഡി ബിൽഡറാണ്, അടിച്ചത് ഒരു 23 വയസ്സുകാരി വാവയും. ശ്രീധു ഒരു നല്ല ക്യാപ്റ്റൻ ആയതുകൊണ്ട് ജിൻഡോയോടും ഒരു പരാതി ഉണ്ടോ എന്ന് ചോദിച്ചു. അത് പുള്ളിക്കാരുടെ ആ ഒരു കൺസിഡറേഷൻ കൊണ്ട് ചോദിക്കുന്നതാണ്. അപ്പൊ ഇത്രയുമായിരുന്നു പറയാനുണ്ടായിരുന്നു. കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായിട്ട് വീണ്ടും കാണാം.